ശ്രീ കെ അൽകുമാർ, എന്താണ് ഈ അന്വേഷണത്തിൽ നടക്കുന്നത്? സർവത്ര അട്ടിമറി തുടക്കം മുതൽ തന്നെ. പോലീസ് നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ ഈ കേസ് മുക്കുന്നു. അതിനുള്ള എല്ലാ സൂചനകളും കാണുന്നു. അതിന്റെ തെളിവുകളാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. കെ അൽകുമാർ, പോലീസ് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തെ പിടിച്ചുലക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായി ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ UDF-നെയും അതിന്റെ മുഖ്യമന്ത്രിയെയും അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി തങ്ങളുടെ നിലവാരം വിട്ട് പ്രവർത്തിച്ച കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇപ്രകാരം ഒരു സംഭവം ഉണ്ടായിരുന്നു. വലിയ കോലാഹലമായിരുന്നു. തുഫാൻ. ഇപ്പൊ തുഫാൻ അകത്തെ പേജിലേക്ക് ഒതുങ്ങിയെന്ന് മാത്രമല്ല, തുഫാൻ സംബന്ധിച്ച വാർത്തകൾ ഇല്ലാതെയായി. എന്തുകൊണ്ടാണ് ഇല്ലാതെയായത്? മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തുന്ന ഫലപ്രദമായ നടപടികൾ ഉണ്ടാകും. അതല്ലേ മുഖ്യമന്ത്രി പറയേണ്ടിയിരുന്നത്? ഇത്തരമൊരു സംഭവം ഉണ്ടായി. ഇന്ന് കേരളത്തിൽ നടന്ന ലഹരി വേട്ടയിൽ ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രീയ മാനങ്ങളുള്ള ഒരു വേട്ടയാണത്. അതിൽ ഉൾപ്പെട്ട ആളുകൾ മുഖ്യമന്ത്രിയുടെ സംഘത്തിൽ ഉൾപ്പെട്ടു എന്നതും വ്യക്തമായിട്ടുണ്ട്. ഇത്രയേറെ കാര്യങ്ങൾ പകൽ പോലെ വ്യക്തമായിരിക്കെ എന്തുകൊണ്ടാണ് അത്തരമൊരു വിഷയം വന്നപ്പോൾ തനിക്ക് അവരുമായി വിദൂര ബന്ധം മാത്രമേ ഉള്ളൂ എന്ന് ന്യായം ചമച്ച് ഒഴിഞ്ഞു മാറുക? ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഫലപ്രദമായ നടപടിയെടുക്കും എന്ന് കേരളത്തോട് പറയാതിരിക്കുക. നാളെ വരെ കേരള മുഖ്യമന്ത്രി ആ കേസിൽ ഫലപ്രദമായ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ല. എന്താണ് പറയാത്തത്? മാത്രമല്ല, അതിലെ സാക്ഷികളായി വരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ അവിടുത്തെ നേതാക്കളായി വന്ന് യാദൃശികമല്ല. അപ്പൊ എന്താണ് അർത്ഥം? സാക്ഷികളെ തീരുമാനിക്കുന്നതിൽ ഉന്നത ഇടപെടൽ മുകളിൽ നിന്നുണ്ടായി. പ്രതികൾ പിടിക്കപ്പെട്ടപ്പോൾ സാക്ഷികൾ ആരാണെന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. അത് വളരെ ബോധപൂർവമാണ്. കേസ് വരുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനെ പ്രതിയാക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ്. മാത്രമല്ല, ഇവരുടെ വിദേശയാത്രാ ബന്ധങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ നാട്ടിലെ മാധ്യമ പിന്തുണയോടെയാണ് ഇത്തരം തെറ്റായ കാര്യങ്ങൾ കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുമ്പ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വിദൂര ബന്ധം പോലും ഇല്ലാതിരുന്ന ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിനെ എങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുത്താൻ ശ്രമിച്ചു. മറുഭാഗത്ത് ഈ ലഹരിയിൽ പിടിയിലായവരുടെ ഫോൺ കോളുകൾ പരിശോധിച്ചാൽ മതി. നേരിട്ട് സതീശനുമായിട്ടുള്ള ബന്ധം അതിൽ കാണും. ആ ഫോൺ കോൾ രജിസ്റ്റർ പരിശോധിച്ചാൽ നേരിട്ട് ബന്ധം കാണും. ശ്രീ അൽകുമാർ, അതായത് എറണാകുളം മുതൽ ഇവർ കാസർഗോഡ് വരെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിരവധി പരിശോധനകൾ ഉണ്ടായിരുന്നു പോലീസ്. അവിടെയെല്ലാം മുഖ്യമന്ത്രിയുടെ കോർഡിനേറ്ററാണ് ഈ ദൃശ്യങ്ങൾ കാണിച്ചാണ് ഈ പ്രതികൾ രക്ഷപ്പെട്ടതും. കാസർഗോഡും അത് ശ്രമിച്ചു. പക്ഷെ ചില സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരുള്ളത് കൊണ്ടാണ് കുടുങ്ങിയത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ തന്നെ മുഖ്യമന്ത്രി എപ്പോൾ ആഗ്രഹിച്ചാലും അദ്ദേഹത്തിന്റെ കയ്യെത്തുന്ന ദൂരത്ത് സ്വകാര്യ വിമാനങ്ങൾ ലഭ്യമായിരിക്കുന്നു. എന്താണ് അതിന് പിന്നിൽ? ഇപ്പം മനസ്സിലാക്കുന്നത് കർണാടകത്തിൽ നിന്ന് വന്ന ലഹരിയാണ്. ഇവിടെ 7 ജില്ലകളിൽ കോടിക്കണക്കിന് രൂപ വരെ വരുന്ന ലഹരിയാണ് വിൽക്കപ്പെട്ടത്. അത് മുമ്പ് എത്രത്തോളം വിറ്റു? അതിന്റെ ഉറവിടം എന്താണ്? അത്തരം ഒരു കാര്യത്തിലേക്കും അന്വേഷണം പോകാത്ത വിധം കസ്റ്റഡി അപേക്ഷ നൽകുന്നില്ല. ഈ കേസിലെ ഏറ്റവും വലിയ നിയമപരമായ അട്ടിമറി എന്താണ്? പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണം. ആ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോഴാണ് പോലീസിന് മുഴുവൻ വസ്തുതകളിൽ ലഭ്യമാവുക. എന്താണ് കസ്റ്റഡിയിൽ വാങ്ങാത്തത്? അതിന് നടപടി സ്വീകരിക്കാത്തത്? അതിന് നടപടി സ്വീകരിക്കാൻ തയ്യാറാകാത്തത് തെളിവുകൾ നശിപ്പിക്കാനുള്ള എല്ലാ സൗകര്യവും ബന്ധപ്പെട്ട എല്ലാവർക്കും ഉണ്ടാക്കാനാണ്. കോൾ ഡീറ്റെയിൽസ് പോലും എടുത്തിട്ടില്ല. മുഖ്യമന്ത്രിയിലേക്ക് എത്തും, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തും. ഒരു പക്ഷേ കോൾ ഡീറ്റെയിൽസ് ഒക്കെ പോലീസിന്റെ കയ്യിൽ കാണും. ആ പോലീസിന്റെ കയ്യിൽ ഉണ്ടാവും. അത് വെച്ച് മുഖ്യമന്ത്രിയുടെ മുന്നിൽ മുഖ്യമന്ത്രി അതിന് കീഴ്പ്പെടുന്ന തരത്തിലേക്ക്, ആ വസ്തുതകളുടെ മുമ്പിൽ മുഖ്യമന്ത്രി കീഴ്പ്പെടുന്ന തരത്തിലേക്ക് ഇത് പോലീസിന് തന്നെ മേൽക്കൈ ഒരു നില വരികയാണ്. ഇതിന്റെ ഫലമായി കേരളത്തിലെ പോലീസിന്റെ മേലെ സംസ്ഥാന സർക്കാരിന് നിയന്ത്രണം നഷ്ടപ്പെടുകയാണ്. കാരണം മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കുന്നത് പോലീസുകാരുടെ ഔദാര്യത്തിൽ എന്നതിലേക്ക് എത്തിയിരിക്കുന്നു ഈ സംഭവം. ഇതാണ് യാഥാർത്ഥ്യം. അതാണ് അതിന്റെ ഏറ്റവും അടിവരയിടേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ശ്രീ കെ അൽകുമാർ.